നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ടെക്നോളജി. ആദ്യം നമുക്ക് എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി നോക്കാം. ദ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി has been one of the most significant development of the modern era. അതായത് ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജിയുടെ ഇവല്യൂഷൻ. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കമ്മ്യൂണിക്കേഷനെ സഹായിച്ച ടെക്നോളജിയാണ് ടെലഗ്രാഫ്, ടെലിഫോൺ, റേഡിയോ. 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ടെലിവിഷൻ കണ്ടുപിടിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനെ സഹായിച്ചു. 1990കളിൽ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടായി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. ദ പേഴ്സണൽ കമ്പ്യൂട്ടർ റെവല്യൂഷനൈസ്ഡ് ദ വേ പീപ്പിൾ വർക്ക്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ആക്സസ് ഇൻഫർമേഷൻ. ആളുകൾ ജോലി ചെയ്യുന്ന രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലും ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്ന രീതിയിലും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടു, ഒരു വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടു. എന്തിൻ്റെ വരവോടുകൂടി? പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി. ലോകത്തിലെ തന്നെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ദ ആൾട്ടയർ 8800 1975 കണ്ടുപിടിച്ചു. സിൻസ് ദെൻ ദ കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബീൻ ബിക്കം സ്മോളർ, ഫാസ്റ്റർ ആൻഡ് മോർ പവർഫുൾ. 75 ശേഷം മുതൽ കമ്പ്യൂട്ടറിൻ്റെ ഭാവത്തിലും രൂപത്തിലുമൊക്കെ വ്യത്യാസം വന്നു. അതായത് കമ്പ്യൂട്ടർ കൂടുതൽ ചെറുതാകാൻ തുടങ്ങി, ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി, പിന്നെ എങ്ങനെയായി? പവർഫുള്ളായി. ടുഡേ പീപ്പിൾ യൂസ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ടാസ്ക്. പക്ഷേ ഇന്നെങ്ങനെയായി? ആൾക്കാർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വളരെ വലിയൊരു റേഞ്ചിൽ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഡോക്യുമെൻറ്റ്സ് റൈറ്റിങ്ങിനും ഇമെയിൽസ് സെൻഡ് ചെയ്യാനും പ്ലേയിങ് ഗെയിംസ് ആൻഡ് സ്ട്രീമിംഗ് വീഡിയോസ്, ഇതിനെല്ലാം ആൾക്കാർ തന്നെ ഉപയോഗിച്ച് തുടങ്ങി? കമ്പ്യൂട്ടേഴ്സ് തന്നെ ഉപയോഗിച്ച് തുടങ്ങി. അടുത്ത ടെക്നോളജിയിലുണ്ടായൊരു മുന്നേറ്റമാണ് മൊബൈൽ ഡിവൈസസ്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ് ഹാസ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ പീപ്പിൾ ടു ആക്സസ് ദ ഇൻ്റർനെറ്റ് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് മൊബൈൽ ഫോണും ടാബ്ലറ്റ്സും സഹായിക്കുന്നു. കൂടാതെ സോഷ്യൽ മീഡിയ, അതർ ഡിജിറ്റൽ കണ്ടൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നു? മൊബൈൽ ഫോൺസ് സഹായിക്കുന്നു. ദീസ് ഡിവൈസസ് ആർ നൗ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ആര് മാറിയിരിക്കുന്നു? ഈ ഡിവൈസസ് മാറിയിരിക്കുന്നു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇൻ്റർനെറ്റ് ഹാസ് ട്രാൻസ്ഫോം ദ വേ വി ആക്സസ് ആൻഡ് ഷെയർ ഇൻഫർമേഷൻ. നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിൻ്റെയും ആക്സസ് ചെയ്യുന്നതിൻ്റെയും രീതി തന്നെ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി മാറി. ഇറ്റ് അലൗസ് us to connect with people from all over the world, access a vast array of resources and collaborate with people on projects and ideas. അപ്പോൾ എന്താണ്? അതായത് ലോകത്ത് എവിടെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവരുടെ ഇൻഫർമേഷൻസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? കൊളാബറേറ്റ് ചെയ്യാനും കഴിയുന്നു. The internet has also revolutionized the way we shop, bank and conduct business. ഇൻ്റർനെറ്റ് വന്നതോടുകൂടി എവിടെയൊക്കെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു? ഷോപ്പിംഗ്, നമ്മുടെ ഷോപ്പിങ്ങിലായാലും ബാങ്കിങ്ങിലായാലും നമ്മൾ ബിസിനസ് നടത്തുന്നതിലായാലും ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അടുത്തത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ ആൻഡ് ഇൻസ്റ്റാഗ്രാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഹാവ് ചേഞ്ച്ഡ് ദ വേ വി ഇൻറ്ററാക്ട് വിത്ത് പീപ്പിൾ ആൻഡ് ഷെയർ ഇൻഫർമേഷൻ. ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിലും വളരെ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നു. ദേ അലൗ us to connect with friends and family. അതുകൂടാതെ ഇവ എന്തിനു നമ്മളെ സഹായിക്കുന്നു? ഫ്രണ്ട്സിനെയും ഫാമിലിയും ഒക്കെ കണക്ട് ചെയ്യാനും, അതുപോലെ ഷെയർ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാനും, ആൻഡ് സ്റ്റേ അപ് ടു ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് ട്രെൻഡ്സ്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും ഇവ നമ്മളെ സഹായിക്കുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹാസ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ പീപ്പിൾ ടു സ്റ്റോർ, ആക്സസ് ആൻഡ് ഷെയർ ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓൺലൈൻ. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലൂടെ നമുക്ക് എന്തിനൊക്കെ സാധിക്കുന്നു? നമ്മൾ ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും അവ ഷെയർ ചെയ്യാനും ഓൺലൈൻ വഴി ഷെയർ ചെയ്യാനും സഹായിക്കുന്നു. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നമ്മുടെ ഫയൽസൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് ടെക്നോളജി അലൗസ് us to access our files and software from anywhere in the world. ലോകത്ത് എവിടെയായാലും നമുക്ക് നമ്മുടെ ഫയൽസും സോഫ്റ്റ്വെയറും ഒക്കെ ആക്സസിബിൾ ആക്കി തരുന്ന ഒരു ടെക്നോളജിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അടുത്തത് നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു ടേമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI. എന്താണ് AI നോക്കാം.
AI or artificial intelligence is a rapidly developing field. വളരെ പെട്ടെന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ, അതിന് എന്തിനുള്ള കഴിവുണ്ട്, ടു റെവല്യൂഷനൈസ്, എന്ത് ചെയ്യാൻ, വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ, മെനി ഇൻഡസ്ട്രീസ്, ഒരുപാട് മേഖലകളിൽ. AI ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ടു ഓട്ടോമേറ്റ് ടാസ്ക്, അതായത് നമ്മുടെ ടാസ്കുകളൊക്കെ ഓട്ടോമേറ്റഡ് ആക്കാനും, മേക്ക് പ്രഡിഷൻ, പ്രവചനങ്ങൾ നടത്താനും, ഡേറ്റ അനലൈസ് ചെയ്യാനും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന വോയിസ് അസിസ്റ്റൻസ് ആയ സിറി, അലക്സ, പിന്നെ എന്താണ് സെൽഫ് ഡ്രൈവിംഗ് കാർസും, ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? AIയുടെ ആപ്ലിക്കേഷൻസിന് ഉദാഹരണമാണ്. അടുത്തത് ലാംഗ്വേജ് ആൻഡ് സൈബർ സ്പേസ്. ദ റൈസ് ഓഫ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ്, അതായത് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസിൻ്റെ വരവോടുകൂടി ഇമെയിൽസ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആൻഡ് സോഷ്യൽ മീഡിയ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റഡ് ദ വേ വി ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ. നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എന്ത് സംഭവിച്ചു? വളരെ വലിയൊരു മാറ്റം സംഭവിച്ചു. These platforms have given people from different parts of the world the opportunity to communicate in real time, breaking down the barriers of time and distance. നമ്മുടെ സമയവും ദൂരവും ഒക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറി. ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായ ഈ മാറ്റം നമ്മുടെ ഭാഷയെയും വളരെയധികം സ്വാധീനിച്ചു. ഈ ഡെവലപ്മെൻറ്റോടുകൂടി ലാംഗ്വേജ് കൂടുതൽ കാഷ്വലായി, കോൺവെർസേഷണലായി, അതുപോലെ ബ്രെവിറ്റി ആൻഡ് സ്പീഡ് വളരെ ചുരുങ്ങി, അതുപോലെ പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറി. അങ്ങനെ പുതിയൊരു ഭാഷാ സംസ്കാരം തന്നെ രൂപീകരിച്ചു. അതിന് നമുക്ക് ഇൻ്റർനെറ്റ് ലാംഗ്വേജ് എന്ന് വിളിക്കാം. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കാണുന്ന ഇമോജീസ്, ഹാഷ്ടാഗ്സ്, മീംസ് ഇവയൊക്കെ ഉണ്ടായത്. ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ഉണ്ടായ ഒരു ഭാഷാ രീതിയാണ് ഇമോട്ടിക്കോൺസ്. എന്താണ് ഇമോട്ടിക്കോൺസ് എന്ന് നോക്കാം. ഇമോട്ടിക്കോൺസ് ആർ കോമ്പിനേഷൻ ഓഫ് കീബോർഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇമോട്ടിക്കോൺസ് എന്താണ്? കീബോർഡ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ദാറ്റ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓർ ഇമോഷൻസ്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനോ ഇമോഷൻസോ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് ഇമോട്ടിക്കോൺസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇമോട്ടിക്കോൺസ് ഇന്നത്തെ ഫോണുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പണ്ടത്തെ ആൻഡ്രോയിഡ് അല്ലാത്ത ഫോണുകളിലാണ് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ ഈ രീതിയിലുള്ള ഇമോട്ടിക്കോൺസ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇമോട്ടിക്കോൺസിൻ്റെ യഥാർത്ഥ ഡെഫിനിഷനാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇമോട്ടിക്കോൺസ് ആർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്. ഇമോട്ടിക്കോൺസ് എന്ന് പറയുന്നത് ഒരു തരം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എന്തിൻ്റെ? ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെയോ ഇമോഷൻസിൻ്റെയോ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്രഷനാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ദാറ്റ് ആർ യൂസ്ഡ് ടു കൺവേ മീനിങ്. നമ്മുടെ ഇമോഷൻസ് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇമോട്ടിക്കോൺസ്. ഇനി ഇമോട്ടിക്കോൺസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സ്മൈലിംഗ് ഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് താഴെ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ സാഡ് ഫേസിനായാലും പിന്നെ എന്താണ് ഹാർട്ട് സിമ്പിളൊക്കെ ഈ രീതിയിൽ എന്ത് ചെയ്തിരുന്നു? അവർ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ അഡ്വാൻസ്ഡ് രൂപമാണ് ഇന്ന് നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഉപയോഗിക്കുന്ന പിക്ചർ രൂപത്തിലുള്ള ഇമോജീസ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമോജീസ്. എന്താണ് ഇമോജീസ്? Emojis on the other hand are graphical representation of emotions and objects that are used in digital communication. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ഇമോട്ടിക്കോൺസിൻ്റെ അതേ ഡിഫിനിഷൻ തന്നെയാണ് ഇമോജീസിലും വരുന്നത്. അതായത് ഇമോജീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മുടെ ഇമോഷൻസിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്ട്സ്, നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സിൻ്റെയൊക്കെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇമോജീസ്. ഇമോട്ടിക്കോൺസ് ഉപയോഗിച്ചത് പഴയ കാലഘട്ടത്തിലുള്ള മൊബൈൽ ഫോൺസിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇമോജീസ് ഉപയോഗിക്കുന്ന എന്തിലാണ്? ഇപ്പോഴത്തെ കാലത്തെ സ്മാർട്ട് ഫോൺസിലാണ്. അത് കളർഫുള്ളായ പിക്ചർ രൂപത്തിലായിരിക്കും ഇമോജീസ്. അടുത്തതായി നമുക്ക് നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടെക്സ്റ്റ് അബ്രിവേഷൻസ്. ടെക്സ്റ്റ് അബ്രിവേഷൻസിനെ മറ്റൊരു പേരിലും പറയുന്നു SMS ഷോർട്ട് ഹാൻഡ് എന്നും അതുപോലെ ടെക്സ്റ്റിംഗ് ലാംഗ്വേജ് എന്നും ഒക്കെ പറയപ്പെടുന്നത് ടെക്സ്റ്റ് അബ്രിവേഷനെയാണ്. ടെക്സ്റ്റ് അബ്രിവേഷൻസ് ആർ ഷോർട്ടൻഡ് വേർഷൻസ് ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ്. അതായത് ടെക്സ്റ്റ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യാതെ അതിൻ്റെ ഷോർട്ട് രൂപങ്ങൾ മാത്രം ടൈപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? സമയവും സ്പേസും ലാഭിക്കാൻ വേണ്ടിയിട്ട്. ഈ തരത്തിൽ വാക്കുകൾ ചുരുക്കി അയക്കുന്നത് കൊണ്ടാണ് ഇതിനെ ടെക്സ്റ്റ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് താഴെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് അബ്രിവേഷൻസിൻ്റെ എക്സാമ്പിളാണ്. അല്ല നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് പറയാം. OMG, ഓ മൈ ഗോഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ OMG മാത്രം എഴുതും അല്ലേ. അതുപോലെ IDK, ഐ ഡോണ്ട് നോ.
LOL, ലാഫിങ് ഔട്ട് ലൗഡ് തുടങ്ങിയവയൊക്കെ ടെക്സ്റ്റ് അബ്രിവേഷൻസിന് ഉള്ള ഉദാഹരണങ്ങളാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ലാംഗ്വേജ് ആൻഡ് ICT. എന്താണ് ICT? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് നമ്മൾ ഷോർട്ട് ചെയ്ത് ICT എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ICT എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അപ്പോൾ എന്താണ്, നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നതിൽ തന്നെ വളരെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ആർക്ക് സാധിച്ചു? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിന് സാധിച്ചു. ഫ്രം ദ ക്രിയേഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ദ വേ വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. അതായത് ഒരു ഇൻഫർമേഷൻ്റെ രൂപീകരണം മുതൽ അതിൻ്റെ പ്രചാരണം വരെയുള്ള പ്രവർത്തനങ്ങളെ ICT സ്വാധീനിക്കുന്നു. ICT has made it easier than ever for people to communicate across vast distance and different languages. അപ്പോൾ വളരെ ദൂരത്തുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ പോസിബിൾ ആക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സഹായിക്കുന്നു. Translation software and apps have made it easier for people to communicate in different languages, reducing barriers. ട്രാൻസ്ലേഷൻ ആപ്സും സോഫ്റ്റ്വെയർസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇതും ICTയുടെ വളരെ വലിയൊരു നേട്ടമാണ്. ICT has made it easier to create and disseminate information. അതായത് ICTക്ക് വളരെ പെട്ടെന്നൊരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും എളുപ്പത്തിൽ കഴിയുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ബ്ലോഗ്സ്, വിക്കീസ് ആൻഡ് വെബ്സൈറ്റ്സ് ഹാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ anyone with an internet connection to create and share information with a global audience. അതായത് വളരെ വലിയൊരു ഗ്ലോബൽ ഓഡിയൻസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ ബ്ലോഗ്സിലൂടെയും വിക്കീസിലൂടെയും വെബ്സൈറ്റ്സിലൂടെയൊക്കെ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്ത് അത് ഷെയർ ചെയ്യാൻ കഴിയുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ICTയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. ഓക്കെ, ആദ്യത്തേത് അൽഗോരിതം. എന്താണ് അൽഗോരിതം? എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ്, ഒരു സെറ്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റൂൾസ്, നിയമങ്ങൾ യൂസ്ഡ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ റൂൾസിനെ പറയുന്ന പേരാണ് അൽഗോരിതം. ഇത് ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട പല പ്രോഗ്രാംസും പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തേത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. A type of computing that involves using a network of remote servers store, manage and process data. അതായത് നമ്മൾ ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോർ ഹൗസാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. മൂന്നാമത്തേത് സൈബർ സെക്യൂരിറ്റി. ദ പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റംസ്. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആൻഡ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, അതായത് സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അൺഓതറൈസ്ഡ് ആക്സസ്, തെഫ്റ്റ് ഓർ ഡാമേജ്, ഇവയിൽ നിന്നൊക്കെ ഡാമേജിൽ നിന്നും തെഫ്റ്റിൽ നിന്നും, അതായത് ഇൻഫർമേഷൻ അൺഓതറൈസ്ഡ് ആയിട്ട് ചോർത്തുന്നതിൽ നിന്നുമൊക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് സൈബർ സെക്യൂരിറ്റി. നാലാമത്തേത് എൻക്രിപ്ഷൻ. എന്താണ് എൻക്രിപ്ഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡേറ്റ ഇൻറ്റു എ സീക്രട്ട് കോഡ് ഓർ ലാംഗ്വേജ്. അതായത് ഡേറ്റയെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഒരു സീക്രട്ട് കോഡിലോട്ടോ ലാംഗ്വേജിലോട്ടോ കൺവേർട്ട് ചെയ്യുന്നു. അതിന് അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഞ്ചാമത്തേത് ഫയർ വാൾ. അതൊരു സെക്യൂരിറ്റി സിസ്റ്റമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ്. ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ്. അതെന്ത് ചെയ്യുന്നു? കൺട്രോൾസ് ചെയ്യുന്നു. എന്തിനെയൊക്കെ? ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും നമ്മുടെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഫയർ വാൾ. അടുത്ത ആറാമത്തേത് HTML. HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് used to create web pages and web applications. വെബ് ആപ്ലിക്കേഷൻസും വെബ് പേജസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിനെ പറയുന്നതാണ് HTML അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഏഴാമത്തേത് ജാവാസ്ക്രിപ്റ്റ്. എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. യൂസ്ഡ് ടു എന്തിനുപയോഗിക്കുന്നു? ക്രിയേറ്റ് ഡൈനാമിക് ആൻഡ് ഇൻറ്ററാക്റ്റീവ് വെബ് കണ്ടൻറ്റ്. വളരെ ഡൈനാമിക്കും ഇൻറ്ററാക്റ്റീവുമായ ഒരു വെബ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതെന്ത് ചെയ്യുന്നു? അത് മാനേജസ് ആൻഡ് കൺട്രോൾസ്. അത് മാനേജ് ചെയ്യുന്നു, അതുപോലെ കൺട്രോൾ ചെയ്യുന്നു. എന്തിനെ? കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിൻ്റെയും മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് സർവർ? സർവർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ദാറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ഓർ സർവീസസ്. അത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഡേറ്റയോ സർവീസുകളോ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിന്?
ടു അതർ കമ്പ്യൂട്ടേഴ്സ്, മറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്കോ ഡിവൈസസിലേക്കോ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് സെർവർ. അടുത്ത് 9ാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർച്വൽ റിയാലിറ്റി. എന്താണ് വെർച്വൽ റിയാലിറ്റി? ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒരു ടേമാണല്ലേ അത്. അതായത് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ്. അത് ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നുന്നു. നമ്മുടെ മുന്നിലില്ലാത്ത ഒരു കാര്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് വെർച്വൽ റിയാലിറ്റി. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അപ്ലൈങ് സോഷ്യൽ മീഡിയ ഫോർ ലാംഗ്വേജ് എൻഹാൻസ്മെൻറ്റ്. നമ്മുടെ ലാംഗ്വേജ് പ്രോഗ്രസീവ് ആക്കാൻ, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അതിലൊന്നാമത്തേത് ലാംഗ്വേജ് എക്സ്ചേഞ്ച്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസായ ഫേസ്ബുക്ക്, ട്വിറ്റർ ആൻഡ് ഇൻസ്റ്റഗ്രാമിലൂടെ അത് നമ്മളെ എന്തിനു സഹായിക്കുന്നു? അലവ് ലാംഗ്വേജ് ലേണേഴ്സ്, ലാംഗ്വേജ് പഠിതാക്കൾക്ക് ടു കണക്ട് വിത്ത് നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ദ ലാംഗ്വേജ്. നമുക്ക് പഠിക്കേണ്ട ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു നേറ്റീവ് സ്പീക്കറിനെ കണ്ടെത്തുകയും അയാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് നമുക്ക് ആ ഭാഷാ പ്രാവീണ്യം നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇതാണ് ലാംഗ്വേജ് എക്സ്ചേഞ്ച്. ലാംഗ്വേജ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മുടെ ഭാഷ അയാളിലേക്കും അയാളുടെ ഭാഷ നമ്മളിലേക്കും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അടുത്തത് ലാംഗ്വേജ് ലേണിംഗ് കമ്മ്യൂണിറ്റീസ്. ഫേസ്ബുക്ക് മെസ്സഞ്ചർ, വാട്സപ്പ് ചാറ്റ് ഇവയിലൂടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഭാഷ പഠിച്ചെടുക്കാൻ കഴിയുന്നു. ലാംഗ്വേജ് ചലഞ്ചസ്, അതായത് സോഷ്യൽ മീഡിയയിലൂടെ 30 ഡേ ചലഞ്ച്, 20 ഡേ ചലഞ്ച് അങ്ങനെ ചലഞ്ച് വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഇത്രയും ദിവസത്തിനുള്ളിൽ ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ കഴിയുന്നു. അടുത്തത് ലാംഗ്വേജ് റിലേറ്റഡ് കോണ്ടൻറ്റ്. ബ്ലോഗ്സ്, പോഡ്കാസ്റ്റ്, യൂട്യൂബ് ഇവയൊക്കെ വഴി നമുക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയുന്നു? ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നേടിയെടുക്കാൻ കഴിയുന്നു. അടുത്തത് ഫയൽ ഫോർമാറ്റ്സും മ്യൂച്വൽ കൺവേർഷൻസും. വ്യത്യസ്തമായ ഫയൽ ഫോർമാറ്റ്സായ JPG, PDF ഇവയിലൂടെ നമുക്ക് ഫയൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കാൻ സഹായിക്കുന്നു. എന്താണ് JPG എന്ന് നോക്കാം. ദിസ് ഫയൽ ഫോർമാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡിജിറ്റൽ ഇമേജസ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്. ഡിജിറ്റലായിട്ടുള്ള ഇമേജസിനും ഫോട്ടോഗ്രാഫ്സിനുമായിട്ടാണ് നമ്മൾ കോമൺലി ഈ ഫയൽ ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. JPG files are compressed, which reduced their file size but can also reduce their quality. JPG ഫയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതിൻ്റെ സൈസ് കംപ്രസ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ ക്വാളിറ്റിയും എന്ത് ചെയ്യാൻ പറ്റുന്നു? റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. രണ്ടാമത്തേത് PDF. എന്താണ് PDF? PDFൻ്റെ പൂർണ്ണരൂപം പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നാണ്. ഇതും ഒരു ഫയൽ ഫോർമാറ്റാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് PDF. അടുത്തത് MP3. MP3 എന്ന് പറയുന്നതും ഒരു ഫയൽ ഫോർമാറ്റാണ്. എന്തിന് യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ഫോർ ഡിജിറ്റൽ ഓഡിയോ ഫയൽസ്. ഡിജിറ്റലി ഉള്ള ഓഡിയോ ഫയൽസ് മ്യൂസിക് ആവാം, ഇവയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് MP3. MP4 എന്ന് പറയുന്നതും ഒരു ഫയൽ ഫോർമാറ്റാണ്. ഇതെന്തിന് യൂസ് ചെയ്യുന്നതാണ്? ഇത് ഡിജിറ്റൽ വീഡിയോ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കോമൺ ഫയൽ കൺവേർഷൻ ടൂൾസാണ്. ഫയൽസ് കൺവേർട്ട് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ് നോക്കാം. ആദ്യത്തേത് അഡോബ് അക്രോബേറ്റ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് PDF കൺവേർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് ക്ലൗഡ് കൺവേർട്ട് ഫോർ ഓഡിയോ ഫയൽ കൺവേർഷൻ. ക്ലൗഡ് കൺവേർട്ട് ഉപയോഗിക്കുന്നത് ഓഡിയോ ഫയൽ കൺവേർഷനും. അടുത്തത് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് വീഡിയോ ഫയൽ കൺവേർഷൻ ഉപയോഗിക്കുന്ന ടൂളുമാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ്. അതിൽ സെർച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എന്തിനാണ്? ടു ഫൈൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഓൺ ദെയർ ഇൻ്റർനെറ്റ് ഓർ ഇലക്ട്രോണിക് ഡേറ്റാബേസ്. ഒരു ഇലക്ട്രോണിക് ഡേറ്റാബേസിലോ ഇൻ്റർനെറ്റിലോ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടൂളിനെയും ടെക്നിക്സുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് സെർച്ച് എഞ്ചിൻ. ആദ്യത്തെ ടെക്നിക്ക് എന്താണ്, അല്ലെങ്കിൽ ടൂൾ ഏതാണ്? സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻസ് ആർ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്. സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. എന്തിനു സഹായിക്കുന്നു? ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഓൺ ഇൻ്റർനെറ്റിൽ യൂസേഴ്സിന് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് സെർച്ച് എഞ്ചിൻ. വളരെ പോപ്പുലറായ ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ, ബിങ്, യാഹൂ ഇവയൊക്കെ. രണ്ടാമത്തേത് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് വേർഡ്സോ സിമ്പിൾസോ ആണ്. ഈ വേർഡ്സോ സിമ്പിൾസോ ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും? കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള സെർച്ച് റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സെർച്ച് വേർഡ്സായ ആൻഡ്, ഓർ, നോട്ട് ഇവയൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു. മൂന്നാമത്തേത് അഡ്വാൻസ്ഡ് സെർച്ച് ഓപ്ഷൻ അലൗസ് യൂസേഴ്സ് ടു നാരോ ഡൗൺ സെർച്ച് റിസൾട്ട്സ് ബൈ സ്പെസിഫൈങ് സർട്ടൺ ക്രൈറ്റീരിയ സച്ച് ആസ് ലാംഗ്വേജ്, ഡേറ്റ റേഞ്ച് ഓർ ഫയൽ ടൈപ്പ് എക്സെട്ര. അതായത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നതിനെയാണ് അഡ്വാൻസ്ഡ് സെർച്ച് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ സ്പെഷ്യൽ ക്രൈറ്റീരിയ അതുപോലെ ഡേറ്റ റേഞ്ചൊക്കെ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടുന്നു. ഇനി അടുത്തത് സബ്ജക്റ്റ് സ്പെസിഫിക് ഡേറ്റാബേസസ്. അതായത് സബ്ജക്റ്റ് സ്പെസിഫിക് ഡേറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡേറ്റാബേസ് ആണ് ദാറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക് ഓർ സബ്ജക്റ്റ് ഏരിയ. ഒരു പ്രത്യേകം സബ്ജക്റ്റിനെ കുറിച്ചോ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡേറ്റാബേസാണ് സബ്ജക്റ്റ് സ്പെസിഫിക് ഡേറ്റാബേസ്. പബ്മെഡ് എന്ന് പറയുന്ന ഡേറ്റാബേസിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകൾ മാത്രമേ കിട്ടത്തുള്ളൂ. JSTOR എന്ന് പറയുന്നത് അക്കാഡമിക് സെർച്ചസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ആണ്. അഞ്ചാമത്തേത് സോഷ്യൽ മീഡിയ സെർച്ചസ് ആണ്. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ഇവയുമായി ബന്ധപ്പെട്ട സെർച്ചസ് ഹാഷ്ടാഗ് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്നു. അപ്പോൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്